ഞാൻ ആദ്യം പോകും, നിങ്ങൾ രണ്ടുപേരും ഓരോരുത്തരായിട്ട് ഇനി വരണം. ഓ സൂ നല്ല രസമുണ്ട്. ഓ അടിപൊളി സ്ലൈഡ്. ഓ ജസ്റ്റ് മിസ്. എന്തായാലും നമ്മൾ ഇനി കുറേ ദൂരമുണ്ട്, ഇപ്പം എത്തും. കൊള്ളാം, നല്ല രസമുണ്ട് സ്ലൈഡ് ചെയ്യാൻ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ്. എന്തായാലും സ്വിമ്മിംഗ് പൂള് നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്ര ചെറിയ ആഴമുള്ളൂ, പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമുക്ക് മണ്ടക്കോട്ട് പോന്തി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓ ഇവിടെ ഈ പ്ലാന്റൊക്കെ നട്ടു വെച്ചിട്ടുണ്ടല്ലോ നടുക്കായിട്ട്. നമുക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാം. ഷിൻചാനൊക്കെ അപ്പോഴത്തേക്ക് വരട്ടെ. ഫ്രാങ്കിൾ ബൈ ആദ്യമേ പോയിട്ടുണ്ട്. ഡോറേമോനൊക്കെ പുറകിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയാണ്. ജസ്റ്റ് മിസ്സായിരുന്നു ഇപ്പം. ഫ്രാങ്കിൾ ബൈ ഒക്കെ ആദ്യമേ പോയി, ഡോറേമോൻ സെക്കൻഡും. ഹൂ സീനായിരുന്നു. നമുക്ക് മേളിലോട്ടൊന്ന് പൊന്തി നോക്കാം. മേളിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഫ്രാങ്കിൾ ബൈ നിൽക്കുന്നു. നമുക്ക് ഫ്രാങ്കിൾ ബൈയുടെ അങ്ങോട്ട് പോവാം. ഓ പ്ലാന്റൊക്കെ നട്ടു വെച്ചിട്ടുണ്ടല്ലോ. ഓ അടിപൊളി. ഡോറേമോൻ ഇപ്പം വരും. ഓ നമ്മളെന്തായാലും ഇനി അടുത്ത നമ്മളാണ്. നമുക്ക് റൈറ്റ് ഹാൻഡ് തിരഞ്ഞെടുക്കാം. ഷിൻചാനും ഫ്രാങ്കിൾ ബൈയും രണ്ടാമത് ഫസ്റ്റുമായിട്ട് പോയോണ്ട് തന്നെ നമ്മൾ ലാസ്റ്റാണ്. നമ്മളെന്തായാലും റൈറ്റേ ആവത്തുള്ളൂ. സൂ നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞ് നോക്കിക്കളയാം. ഓ കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ ആഴമേ ഉള്ളു. എന്തായാലും നമ്മൾ മണ്ടക്കോട്ടൊന്ന് കയറി നോക്കാം. നിൽക്കുന്നു ഫ്രാങ്കിൾ ബൈയും ഷിൻചാനും. എന്തായാലും നമുക്ക് ഇങ്ങോട്ടും കയറാം, ഫ്രാങ്കിൾ ബൈ ഷിൻചാൻ്റെ അടുത്തോട്ട്. എന്തായാലും ഓ ഷിൻചാൻ നീയൊക്കെ നേരത്തെ വന്നല്ലേ, പെട്ടെന്ന് നല്ല സുഖം ഉണ്ടായിരുന്നല്ലേ അല്ലേ ഫ്രാങ്കിൾ ബൈ? ഓ നിങ്ങളുടെ സ്ലൈഡ് എന്ന് വെച്ചാൽ നല്ലതാണ് സാറേ. എന്തായാലും അടിപൊളി സ്ലൈഡായിരുന്നു നിങ്ങളുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം. അടിപൊളി സ്ലൈഡൊക്കെ ആയിരുന്നു. എന്തായാലും ഇനി റെൻറ്റിന് നമുക്ക് തന്നെയാണ് കുറച്ച് 1 മണിക്കൂറത്തേക്ക്. എന്തായാലും ഇനി എത്ര രൂപയെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓയ് ഫ്രാങ്കിൾ സാറേ, ഇതിൻ്റെ 10,000 രൂപ ഉള്ളു, 1 മണിക്കൂർ വെറും. ഓ അവിടെ ഷിൻചാനെ ഡോറേമോനെ, 1 മണിക്കൂറിന് 10,000 രൂപ. ഇത് നടക്കത്തില്ല. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര? ഇതെന്തോ 1 മണിക്കൂറത്തേക്ക് 10,000 രൂപയോ? ഷിൻചാനെ ഇതുണ്ടോ 10,000 രൂപയെന്ന്? എന്തായാലും നമ്മൾ നേരത്തെ കൊടുത്ത്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. എന്തായാലും നമ്മൾ പറയുന്നതിനിടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ്. ഇത്രയും വലുതാണ് നമ്മുടെ സ്ലൈഡൊക്കെ. നല്ല അടിപൊളി സ്ലൈഡാണ്. ഇവിടെ ഡിന്നർ കഴിക്കാൻ സ്ഥലമുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതോ ഒരു ഏണി വെച്ചേക്കുന്നു അവിടെ. ഇതോ അവിടെയും ചെറിയൊരു തൈയുണ്ട്. അവിടെ ഷിൻചാനൊരു ബോളും ഉണ്ടോ കണക്കുന്നുണ്ടോ? നമുക്ക് തട്ടിക്കളിച്ചാൽ. ഓ എന്തായാലും എടാ ഷിൻചാനെ, ഇത് കൊള്ളാമല്ലേ ഈ സ്ഥലം? അടിപൊളി സ്ഥലമല്ലേ? അതെ ഫ്രാങ്കിൾ ബൈ. ഓ അതെ ഫ്രാങ്കിൾ ബൈ, ഇത് കൊള്ളാം. ഈ സ്വിമ്മിംഗ് പൂള് ഇത് ഡോറേമോൻ്റെ സ്വിമ്മിംഗ് പൂളായിരുന്നല്ലോ. അതെ ഫ്രാങ്കിൾ ബൈ, എൻ്റെ സ്വിമ്മിംഗ് പൂള് തന്നെ ഇത്. അതെ ഫ്രാങ്കിൾ ബൈ, ഡോറേമോൻ്റെ. ഞാൻ ഇന്നും കളിക്കാറുണ്ട്. ഓ എനിക്കറിയാമായിരുന്നു. അപ്പോഴേ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തില്ലേ അയൽവാസിയല്ലേ നമ്മുടെ ഡോറേമോൻ. എന്തായാലും അതിലേക്കേ വലുതാണ് ഇവിടെയും. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ സ്ലൈഡുണ്ട്, ഡിന്നർ കഴിക്കാനുള്ള സ്ഥലമുണ്ട് ആ റൈറ്റ് സൈഡിൽ. ബോളുണ്ട് കളിക്കാൻ, കുറേ സാധനങ്ങൾ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലും കൂടെ അമർത്തിയേക്ക്. ഇതുപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട്. ഓ നമുക്കെന്തായാലും നമ്മുടെ പാർക്കിൽ എത്തിയിട്ട് നമ്മളെന്തായാലും വീട്ടിലോട്ട് പോവാം. നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. അതെ ഫ്രാങ്കിൾ ബൈ, നമ്മുടെ വണ്ടി എടുത്ത് നമ്മളങ്ങ് പറപ്പിക്കാം. അതെ നമുക്കങ്ങ് പോവാം. എന്തായാലും നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. വീട്ടിലിപ്പോൾ എത്തും.
കുറച്ച് പറപ്പിച്ച് വിട്ടാൽ മതി. എന്തായാലും നമ്മൾ പാർക്കിൽ നിന്ന് വീട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ച് സമയം എടുക്കും പോകാൻ. എന്നാലും നമുക്ക് ഈ റോഡിൽ കയറി പോകാം. നമ്മുടെ പോർഷെ കാർ എന്ന് പറയുന്നത് സെറ്റാ. എന്തായാലും നമുക്ക് പറപ്പിച്ച് വിടാം. ഓ സ്പീഡിലാണ് പറപ്പിച്ച് നൈട്രോസ് ഒക്കെ ഇട്ടിട്ട് പറപ്പിച്ച് വിടും ഫ്രാങ്കിൾ ബൈ. എടാ പോടാ ചിഞ്ചാൻ, ഇതിന് നൈട്രസ് ഒന്നും ഇല്ല, ഇത് സാധാരണ കാറല്ലേ. എന്തായാലും നമ്മൾ പുറകിലെത്തി. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകണ്ട. എന്തായാലും ഇവിടെ എത്തിയതല്ലേ, നമുക്ക് ഇവിടെ കൂടെ കയറിയിട്ട് പോകാം. എടാ ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എടാ, എൻ്റെ മോൻ. ഓ നമ്മുടെ ഡ്രസ്സൊക്കെ എന്തായാലും മാറ്റിയിട്ടുണ്ട്. നനഞ്ഞിരിക്കുമായിരുന്നു. എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. എടാ ചിഞ്ചാൻ, നീ ഡ്രസ്സൊന്നും മാറിയില്ലേ? ഇല്ല ഫ്രാങ്കിൾ ബൈ, ഞാൻ നേരത്തെ എന്തായാലും അതുപോലത്തെ വേറെ ഞാൻ 2 ജോഡി എടുത്തായിരുന്നു. ഓ നിൻ്റെ ബുദ്ധിയെ, ഞാൻ ഓർത്ത് ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും. എന്താണ് വേണ്ടത് സാർ? എനിക്ക് ഇവിടുത്തെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. ഓ സാർ, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാമല്ലോ. ആ ഓക്കെ. എന്തായാലും നമ്മൾ പൈസ അടച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് ഇത്ര. അതായത് നമ്മൾ 10,000 രൂപ കൊടുത്തെങ്കിൽ 1 ലക്ഷം കൊടുക്കാൻ സിമ്പിളാണ്. എന്തായാലും നമ്മുടെ വീടിന് ആധാരം പണയം വെച്ചാണ് നമ്മൾ ഇത്രയും പൈസ ഒപ്പിച്ചത്. നമ്മൾ പൈസ കൊടുത്തിട്ട് കൂടെ സ്ലൈഡും ഉണ്ടോ? ഓ വെള്ളമാണ്, നമുക്ക് ഇങ്ങനെ കയറി നോക്കാം, അത് സെറ്റായിരിക്കും. ഓ എൻ്റെ മോനെ, ഓ നല്ല രസമുണ്ട്. എൻ്റെ മോനെ കാലൊക്കെ ഇപ്പോൾ ഒടിഞ്ഞേനെ. എന്തായാലും കൊള്ളാം അല്ലേ ഷിൻജാനെ? അതെ ഫ്രാങ്കിൾ ബൈ. ആടാ എന്തായാലും കൊള്ളാമല്ലോ, ഇത്ര നീളമുള്ളയാ അല്ലേടാ പറയാ മോനെ? അതെ ഫ്രാങ്കിൾ ബൈ, നല്ല രസമുണ്ട്. എന്തായാലും നമുക്കവിടെ അവിടുന്ന് വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. കണ്ട ഇത്ര നീളമാണ്. നമ്മൾ അവിടുന്നൊക്കെ താഴോട്ട് വേണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓ അതെ ഫ്രാങ്കിൾ ബൈ. ഓ എൻ്റെ മോനെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇത്ര നീളമുണ്ട്. എന്തായാലും നമുക്ക് പൈസ അടച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവിടെ നിൽപ്പുണ്ട്. എന്നാലും 1 ലക്ഷം രൂപ എന്ന് വെച്ചാൽ നല്ല കോസ്റ്റാണോ വന്നേക്കുന്നത്. എടോ 1 ലക്ഷം രൂപ എന്നൊക്കെ വെച്ചാൽ എന്താടോ? 1 ലക്ഷം രൂപയൊക്കെ ചെറുതല്ലേ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ കോടീശ്വരൻ റിച്ച് അല്ലേ? എടാ പോടാ അങ്ങോട്ട്. ഞങ്ങൾ വീടിൻ്റെ ആധാരം പണയം വെച്ച് എടുത്തുകൊണ്ട് വന്ന പൈസയാണിത്. ഒന്നാ നിങ്ങൾക്ക് തന്നല്ലോ അല്ലേ ആ പൈസ. ഞാൻ എന്തായാലും ഞങ്ങളുടെ പൈസ തീർന്നു. ഇനി എവിടെ പോകാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ ഇല്ല ഇപ്പം, അല്ലേടാ ഷിൻജാനെ? അതെ ഫ്രാങ്കിൾ ബൈ. എന്തായാലും നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തായിരുന്നു നേരത്തെ. നമുക്കൊന്ന് ട്രാൻസ്ഫർ ആയോ? അതെ ഫ്രാങ്കിൾ സാർ, ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പാർക്കിൻ്റെ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മുടെ കാറെടുത്ത് അങ്ങോട്ടേക്ക് പോകാം. പൈസയും കൊടുത്ത് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ നേരത്തെ അങ്ങ് കൊടുത്തു വെച്ചത്, അതുകൊണ്ട് സീനൊന്നുമില്ല. നമുക്കെന്തായാലും പറപ്പിച്ചങ്ങ് വിടാം. വീട്ടിലേക്കാണ് അങ്ങ് പോകുന്നത്. എന്തായാലും നല്ല എക്സ്പ്ലോറേഷൻ ആയിരുന്നു നമ്മുടെ പാർക്ക്. ആ പാർക്കിൻ്റെ പേര് ഡ്രാഗൺ പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേരുന്ന്. ഈ ഷിൻജാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. അല്ലേടാ? ഡ്രാഗൺ പാർക്ക് അല്ല, ഇത് ഡൈനോസർ പാർക്ക് എന്നാണ് എൻ്റെ പേര്. ഡൈനോസർ പാർക്കായിരുന്നു. ഞാനവിടെ ഡ്രാഗൺ പാർക്കായിരിക്കുമെന്ന്. ശേ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്. പാലം എന്തുവാ? അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഇവിടെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ ഇതെന്താ ഇവിടെ ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓ തുടങ്ങിയിട്ടുണ്ടോ റെസ്റ്റോറൻറ്റ്? വിശന്നിട്ടും വയ്യ, പൈസയും ഇല്ല കയ്യിൽ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അല്ലേ ഷിൻജാനെ? അതെ ഫ്രാങ്കിൾ ബൈ. എന്തായാലും എടാ ഷിൻജാനെ, നിൻ്റെ വല്ല പൈസ ഇരിപ്പുണ്ടോ? എൻ്റെ ഒരു 10 ലക്ഷം ഉണ്ട്. 10 ലക്ഷമോ? നീ എവിടെ നിന്ന് ഒപ്പിച്ചടാ ഇതൊക്കെ? ഞാൻ ചുമ്മാ പറഞ്ഞ ഫ്രാങ്കിൾ ബൈ. എടാ എൻ്റെ ഒരു 500 രൂപയുണ്ട്.
എടാ പോടാ, പറ്റിക്കാൻ മാത്രമേ അറിയത്തുള്ളൂടാ നിനക്ക്. എൻ്റെ കയ്യിൽ 500 രൂപ ഫ്രാങ്കിൾ ഭായി. 500 രൂപ കൂടെ എന്തോ 3 പേർക്കും കൂടെ അല്ലേ, ഒരു 500 കൂടുതൽ വേണം അത്തരം ആൾക്കാർക്ക്. എന്തായാലും നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ട്. ഈ വെയിലത്ത് ദാഹിക്കുന്നു എല്ലാം ഉണ്ട്. എന്തൊരു കഷ്ടമാണ്. നമ്മളെന്തായാലും ഇപ്പം അടിയൊന്ന് കയറിയൊക്കെ മണ്ടയ്ക്ക് എന്താണെന്ന് അറിയണ്ടേ. കയറുക ഷിൻചാനെ, പെട്ടെന്ന് കയറാ. ഞാൻ കയറിക്കൊണ്ടിരിക്കുക ഫ്രാങ്കിൾ ഭായി. എടാ ഡോറമൻ, നീ കുറേ നേരമല്ലേ മിണ്ടായിരിക്കും, ഒന്നും മിണ്ടുന്നില്ലേ? ഫ്രാങ്കിൾ ഭായ്, ഞാൻ മിണ്ടുന്നൊക്കെ ഉണ്ട്. ഫ്രാങ്കിൾ ഭായ് ശ്രദ്ധിക്കാത്തതാ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കയറി. ഇത്ര ഉയരമാണ് കേട്ടോ. പക്ഷെ എന്തായാലും നമ്മുടെ ഡൈനോസർ പാർക്കിൻ്റെ അവിടുത്തെ ഈ സ്ലൈഡിൻ്റെ അത്രയും വരത്തില്ല. നമ്മൾ ചാടി ഇറങ്ങി ഇപ്പം. എന്തായാലും നമുക്ക്, നിങ്ങൾ കയറിയില്ലായിരുന്നു, ഞാൻ മണ്ടക്കും ചാടിയപ്പോൾ തന്നെ നിങ്ങൾ അപ്രത്യക്ഷമായിട്ട് ഇവിടെ എത്തിയേക്കുന്ന. ഞങ്ങൾ കയറിയില്ലായിരുന്നു ഫ്രാങ്കിൾ ഭായ്. അതെ ഫ്രാങ്കിൾ ഭായ്, ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഞങ്ങൾ മണ്ടയ്ക്ക് കയറിയിട്ട് ഉടനെ കയറി. എടോ, ഈ റെസ്റ്റോറൻറ്റിന് എത്ര രൂപയാകും? ഒരു ഫുഡിനൊക്കെ എത്ര രൂപയാകും? ഈ ഫുഡിനൊക്കെ ഒരാൾക്ക് തന്നെ നോക്കിയിട്ട് ഒരു 600 രൂപയെങ്കിലും ആകും. 600 600 1200 1800 രൂപയാകും 3 പേർക്കും കൂടെ. അത്രയും പൈസ പോലും ഇല്ല. ഒരു 500 രൂപയും കൂടെ ഷിൻചാൻ്റെ മാത്രം ഉണ്ട്. ഡോറമോനെ, നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഫ്രാങ്കിൾ ഭായ്, എൻ്റെ കയ്യിലൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ വേണമെങ്കിൽ ഒരു 20 രൂപ കിടപ്പുണ്ട്, വേണമെങ്കിൽ അത് തരാം. എന്തായാലും ഗൂഗിൾ പേ നോക്കിയിട്ടൊന്നും ഇല്ല. ഗൂഗിൾ പേയിലൊന്നും ഇല്ല. ഇനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇറങ്ങില്ല, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോട്ടോ. എടാ, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? ഷെടാ, എന്തായാലും നമുക്ക് ആരടുത്ത് വീട്ടിൽ പോയി വല്ലതും കഴിക്കാം. ഇനി അതേ നടക്കത്തുള്ളൂ. എടാ കയറാം ഡോറേമോനെ. കയറാം ഫ്രാങ്കിൾ ഭായ്. എന്തായാലും നമുക്ക് പോകാം, വീട്ടിലോട്ട് പറപ്പിക്കാം. നമ്മളിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ഇന്ന് വെച്ചാൽ സൺഡേ ആയതുകൊണ്ട്, ഹോളിഡേ അല്ലേ, എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ വിചാരിച്ചു. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒന്ന് അറിയട്ടെ. ഷിൻചാനെ, എന്തെങ്കിലും പറ്റുമോടാ? എന്തായാലും കടലിന് സൈഡിലാണ് എത്തിയേക്കുന്നത്. എന്തായാലും ഉടുപ്പ് വീണ്ടും നനഞ്ഞ. ഷെടാ, നമ്മളെന്തായാലും തീയൊക്കെ എവിടുന്ന് സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് കത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വെയിലത്ത് തന്നെ ഭയങ്കര ചൂട്. ഈ ഷിൻചാൻ പറഞ്ഞിട്ടാണ് ഞാൻ കത്തി. എന്താണ് ഷിൻചാൻ ഇത്ര ഇത്? ഞാൻ ചുമ്മാ പറഞ്ഞേ. എന്താണ് അവിടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ്. എന്തായാലും നമ്മൾ അത് പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് അത് വരേണ്ടത്. അത്ര നീളമാണ്. പക്ഷെ നമ്മൾ ഇവിടുന്നോട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര റിച്ചായിരുന്നു. അവിടെ സെക്യൂരിറ്റി തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല, ബോഡി ഗാർഡ്. എന്തേക്കുണ്ട് വിശേഷം? നമ്മുടെ സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ ആ ഡൈനോസർ പാർക്കിൽ നിന്ന് ഇവിടം വരെയാണ്. നമ്മൾ അവിടുന്ന് കണക്ഷൻ കൊടുത്താണ് ഷിൻചാൻ പറഞ്ഞുകൊണ്ട് തന്നെ. അല്ലാടോ ഷിൻചാനെ? അതെ ഫ്രാങ്കിൾ ഭായ്, നമ്മൾ കുറച്ച് റിച്ചാണ്. അപ്പുറത്തെ ആൾക്കാർ അവിടെ ആരും ഇല്ല കേട്ടോ. ആണോ പ്രശ്നം? നോക്കട്ടെ. ഡോറേമോനെ, നിൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഞാൻ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അതിനാണ് ഞാൻ നമ്മുടെ ഈ ബോഡി ഗാർഡിനോട് പറഞ്ഞിരുന്നത് നേരത്തെ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ നല്ല ഇഷ്ടപ്പെട്ടാണ് കണക്ഷൻ കൊടുത്തത്. 4 മണിക്കൂർ കൊണ്ടാണ് കണക്ഷൻ കൊടുത്തത്. അതിനാണ്. എന്തായാലും നമ്മുടെ ചോപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്തായാലും നമ്മളിപ്പം അവിടുന്ന് ഡിനോസർ പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തന്നെ നമ്മുടെ ഡോറേമോൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് എത്തുന്നത്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വഴിയെന്ന് വെച്ചാൽ പടിയുണ്ടോ? എൻ്റെ മോനെ, ഫ്രാങ്കിൾ ഭായ് പണിയിപ്പിച്ച പടിയാണിത്. എൻ്റെ റെസ്റ്റോറൻറ്റിൽ കണ്ട അതേ പടി. ഫ്രാങ്കിൾ ഭായ് നോട്ട് കേട്ടാണെന്ന് തോന്നുന്നു വന്നത് കേട്ടോ. അയ്യോ അയ്യോ, കൊള്ളാം കേട്ടോ ഫ്രാങ്കിൾ ഭായുടെ ബുദ്ധിയേ. അയ്യോ, കൊള്ളാം കേട്ടോ. നമ്മൾ ഉയരത്തി ഇനി എൻ്റെ അകത്തോടായിരിക്കും കയറണ്ടല്ലേ. എൻ്റെ വീട്ടിലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തും. നല്ല സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രാങ്കിൾ ഭായിയെ കൊണ്ട് ഇതൊക്കെ എല്ലാം നടക്കും.
എൻ്റെ മോനെ കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓ കുടുങ്ങി. ഓ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് കുടുങ്ങിയത്. പ്രശ്നമില്ല, വെള്ളം ഒഴിക്കാൻ നമ്മൾ വിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ഈ ഫ്രാങ്കിൻ്റെ എവിടെ നിന്ന് ഒപ്പിച്ചെന്ന്, റിച്ചല്ലേ എന്തായാലും, നല്ല പോലെ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഒപ്പിച്ചായിരിക്കും. ഓ അതും അവിടുന്ന് ചാടി, എൻ്റെ മോനെ. ഓടാ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ തന്നെ കൊള്ളാം, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത് ഷിൻചാനായിരിക്കും കൊണ്ട് അത് നീന്താനൊന്നും അറിയത്തില്ലല്ലോ. നമ്മുടെ ഏണി അവിടെ ഇരുന്ന പോലത്തെ ഏണിയാണ്. അടുത്ത ഷിൻചാൻ. ഞാൻ ഇവിടെയൊക്കെ ഇത് കുറേ പടിയൊക്കെ ഉണ്ട്. നമ്മൾ കുറേ പടി കയറിയാണ് മേളിൽ പോകുന്നത്. ലാസ്റ്റ് എവിടെ എത്തിയോ എന്തോ. നമുക്ക് കയറി നോക്കാം. നമുക്ക് എന്താ സ്ലൈഡിൽ കയറാൻ ഫ്രാങ്കിൾ ബൈയുടെ കഴിവ് തന്നെ. നമ്മുടെ സ്ലൈഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ലൈഡിൽ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. നേരെ പോയി ചാടിയിട്ട് അടുത്തതിനകത്ത് കയറിയിട്ടുണ്ട് ചാടി. അത് കൊള്ളായിരുന്നു. നമ്മൾ സ്ലൈഡിൽ കയറി നേരെ ഇപ്പം ജസ്റ്റ് മിസ്. നമ്മൾ തിരിഞ്ഞ് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. നേരെ പോവാണ്. നേരെ പോയിട്ട് ഇപ്പോൾ ഡോറേമോൻ്റെ വീട്ടിൽ എത്തി. ഡോറേമോൻ്റെ സ്വിമ്മിംഗ് പൂള് വിഷയമാണ്. ആണ്ട ഡോറേമോൻ നിൽക്കുന്നു. ഡോറേമോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ആടാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അതൊരു ശരിയാ. അങ്ങനെയാണോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പറഞ്ഞോട് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബെല്ലും കൂടെ അമർത്തേക്ക്. അതെ. നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്, നമ്മുടെ കഴിവാണ് ഇത്. എൻ്റെ മോൻ നമ്മുടെ ഈ ടവർ ഒരു ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇവിടെ നിന്ന് താഴെ വീണെന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റയ്ക്കൊരു പിടി. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങാൻ പോകണം. കുറച്ചെനിക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങാം. സീന അത് കൊള്ളാം. നമുക്ക് എന്തായാലും തെറിച്ച് പോകുന്നതായിരിക്കും നമ്മൾ കയറി. ജസ്റ്റ് മിസ്. വളമൊക്കെ സൂക്ഷിക്കണം, നമ്മൾ കിടന്നാണ് പോകുന്നത്. എൻ്റെ മോനെ കൊള്ളാം കേട്ടോ. എത്ര കുറേ പൈസ കൊടുത്താണ് നമ്മളിത് ചെയ്ത് തരാം. റിച്ചാണ് നമ്മൾ. എൻ്റെ മോൻ തെറിച്ച് അത് തെറിച്ചായിരുന്നു. എൻ്റെ മോനെ ജസ്റ്റ് മിസ് കേട്ടോ. ഇപ്പം നമ്മൾ എത്രയായി? നമ്മുടെ ഡോറേമോൻ്റെ സ്വിമ്മിംഗ് പൂളിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പണി തീരുമാനിച്ചത്. നമ്മുടെ നല്ല നീളം, ഞാൻ കയറിയത് നല്ല നീളം. നമ്മളൊന്നും കൗണ്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എത്ര ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ എത്തുമെന്ന് തോന്നുന്നു ഡോറേമോൻ്റെ വീട്ടിൽ. നമ്മൾ ഡയറക്റ്റ് വഴിയാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. എൻ്റെ മോൻ നല്ല തണുപ്പുണ്ട്. എടാ ഷിൻചാനെ, ഡോറേമോനെ, ഈ സ്ലൈഡ് കൊള്ളാടാ. എടാ അതെ ഫ്രാങ്കിൾ ബൈ നമ്മുടെ വീട്ടിലെ അല്ലേ, പിന്നെ കൊള്ളാതിരിക്കുമോ? നമ്മുടെ സ്വന്തം ഡോറേമോൻ്റെ അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മോനെ ഇത്രയും വലിയതാണ്. ഞാൻ വേറെ എങ്ങനെ കയറി, ഞാൻ തെറിച്ചിട്ട് മറ്റേ ഡയറക്റ്റ് വഴി അല്ലായിരിക്കും, മറ്റേ തെറിച്ച് വരുന്ന വഴി കൂടെ വന്നാൽ മതിയായിരുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ബെല്ലമർത്താനും മറക്കല്ലേ. എന്നാലും നിങ്ങൾ കുറേ ഗെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും. എന്തായാലും നല്ലതായിരുന്നു നമ്മുടെ സ്ലൈഡ്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. എടാ നിൻ്റെ വീടായതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. നിൻ്റെ വീടാണ്ട് പറയുന്നതല്ല, നമ്മുടെ അടിപൊളിയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ പടിയാണ് നമ്മുടെ.